ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ഓസ്ട്രേലിയയിലെ വീട്ടിലെ ഹോം ടൂർ ചെയ്യാം. ഞങ്ങൾ ഈ വീട് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി വീട് മേടിച്ചിട്ട്. പിന്നെ ഒത്തിരി പുതിയ വീടൊന്നുമല്ല, കുറച്ച് പഴക്കമുള്ള വീടാണ്. നമ്മളതിനെ കുറച്ച് റിനോവേറ്റൊക്കെ ചെയ്തെടുത്താണ്. റിനോവേഷൻ സ്റ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹോം ടൂറിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മളെ വീട് ഇവിടം തൊട്ട് ആ ഒരു സ്പേസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്പേസ് വരെയാണ് നമ്മുടെ വീടുള്ളത്. ഇത്രയും വരെ, ഇവിടെ വരെയാണ് നമ്മുടെ വീടുള്ളത്. വീടിൻ്റെ ഇവിടെ ബാക്കിലേക്ക് നമുക്കൊരു സ്പേസ് ഉണ്ട്. അത് ഔട്ട് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡോറ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആദ്യം കാണിച്ചു തരാം. ഈ വ്യൂ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ്. ഇവിടെയാണ് ഈ പുറകിൽ നമ്മൾ നമ്മുടെ ബിന്നും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു പച്ചക്കറിത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, വീടിൻ്റെ മുറ്റത്തൊരു അടിപൊളി മരം ഉണ്ട് കേട്ടോ. ഈ മരത്തിൻ്റെ കഷ്ണങ്ങൾ കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട്. പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇറ്റ് ലുക്സ് ഗുഡ്. അപ്പോൾ ഇവിടെ കയറുന്ന ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ഷൂ റാക്കുണ്ട്. ആ ഷൂ റാക്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ചെരുപ്പ്, പുറത്തേക്ക് ഉപയോഗിക്കുന്ന ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ചെയർ ഇട്ടിട്ടുണ്ട്. സന്ധ്യ സമയത്ത് ഉച്ചയ്ക്കൊക്കെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ വന്നിരിക്കാനൊക്കെ ആയിട്ട് കട്ടി. പിന്നെ നമ്മുടെ വീടിൻ്റെ കോർണറിലായിട്ട് ഒരു ചെറിയൊരു ആമ്പൽക്കുളമുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യലി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിലൊരു ആമ്പലും കുറച്ച് ഗപ്പീസും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മളുടെ ഹോളും ഡൈനിങ് ഏരിയയും കിച്ചണും കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ സ്പേസ്ഡാണ്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ഇൻഡിവിജ്വലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഹോളിൻ്റെ റൈറ്റ് കോർണറിലായിട്ട് ഫ്രണ്ടിൽ തന്നെ വരുന്നത് നമ്മളൊരു 3 ഷോക്കേസ് പോലെ വെച്ചിട്ടുണ്ട്. അതിൽ 3 പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. അതായത് ഈ പ്ലാന്റ് എല്ലാം ഒറിജിനൽ പ്ലാന്റാണ്, ആർട്ടിഫിഷ്യൽ അല്ല, എല്ലാം ഒറിജിനലാണ്. ഇത് റീസെൻ്റ്ലി നമ്മളുടെ ഒരു പ്ലാന്റ് ഓൾമോസ്റ്റ് ഡൈ ആയിരുന്നു. അപ്പോൾ അതിന് ഞാനിപ്പം വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ്. പിന്നെ മേലെ ഉള്ളത് മണി പ്ലാന്റാണ്. മണി പ്ലാന്റ് ആണെന്ന് പറയുന്നു. പിന്നെ ഈ ബേർഡ് കണ്ടോ, ഇവിടെ ഒരു ബേർഡ് ഉണ്ട്. ഈ ബേർഡിനെ ആക്കി വെച്ചിരിക്കുന്നത് ജാനിയുടെ ഒരു ആർട്ടാണ്. അപ്പം അത് നല്ല ഭംഗിയുള്ളതുകൊണ്ട് നമ്മളത് അവിടെ വെച്ചു. പിന്നെ അടിയിലേക്ക് വരുമ്പം ഒരു പീസ് ലില്ലി ഉണ്ട്. ഏറ്റവും ഫ്ലോറിലായിട്ട് നമ്മൾ വെച്ചേക്കുന്നത് പീസ് ലില്ലിയാണ്. പീസ് ലില്ലി ഒരു 2 വർഷമായി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ലെഫ്റ്റ് കോർണറിലായിട്ട് നമ്മുടെ പൂജാ റൂം പോലെ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റേഷൻസിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മേൽഭാഗത്തേക്ക് 2 ഷോക്കേസ് വരുന്നുണ്ട്. ആ മേൽഭാഗത്ത് ഒരു പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിൽ നമ്മൾ 2 സെറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ബ്ലാക്ക് സെറ്റിയാണ്. അപ്പം ഈ സെറ്റി എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ സെറ്റി ബെഡ് കം സെറ്റിയാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കത് ബെഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നടുക്കുള്ളൊരു ഈ ടേബിൾ ആക്ച്വലി നമ്മൾ പുതിയ ടേബിളായിട്ട് പണിതായിരുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി മെസ്സാക്കിയിട്ടുണ്ട് ജാനി ഡ്രോ ചെയ്തിട്ട്. പിന്നെ രണ്ടാമത് വരുന്ന സെറ്റി നമ്മളുടെ ഇവിടെ അടുത്തിനോട് ചേർന്ന് ഒരു ആട്ടുകസേര ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ TV കാണാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് TV റൂമിൻ്റെ നേരെയാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബെഡ് സൈഡ് ടേബിൾ പോലെ ഒരു ഡ്രോ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിനോട് ചേർന്ന് 2 പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു മണി പ്ലാന്റ് ഡിഫറെൻറ്റ് വേർഷൻ, അതേപോലെ തന്നെ ഒരു ഓർക്കിഡ് അത് റിയൽ ഓർക്കിഡാണ്. അത് നന്നായിട്ട് ഫ്ലവറൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ മേലെ അതുപോലെ 2 ഷോക്കേസ് ഉണ്ട്. ഒരു ലോങ് വണ്ണും ഒരു ഷോർട്ട് വണ്ണും. ആ ലോങ് വണ്ണിൽ ഒരു പ്ലാന്റും പിന്നെ ജാനിക്ക് കിട്ടിയ കുറച്ച് തൈക്കൊണ്ടോയുടെ ട്രോഫിയും, അതേപോലെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ടൈപ്പ് ഓഫ് പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ TV സൈഡിൽ വന്നേക്കുന്നത് ഒരു TV സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. പക്ഷേ TV സ്റ്റാൻഡ് നമ്മൾ ജസ്റ്റ് വെറുതെ ഇതിന് വേണ്ടി മാത്രം വെച്ചേക്കാണ്. TV നമ്മൾ കൊടുത്തേക്കുന്നത് വോളിലാണ് ഡയറക്റ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ TV സ്റ്റാൻഡിലോട് ചേർന്ന് ഒരു ചെറിയൊരു സ്മോൾ പോട്ട് അക്വേറിയം ഉണ്ട്. അതിൽ കുറച്ച് ഫിഷസ് ഉണ്ട്, ഗപ്പീസ് കിടപ്പുണ്ട്. പിന്നെ ബാക്കി വന്നേക്കുന്നത് നമ്മളിവിടെ ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഗ്രാനിയുടെ ഫോട്ടോയാണ്. പിന്നെ കൂടെ തന്നെ ഇപ്പുറം ഒരു പോട്ടും കൊടുത്തിട്ടുണ്ട്. അതും റിയൽ പ്ലാന്റ് ആണ്.
പിന്നെ നമ്മുടെ വോൾ ഇത് പെയിൻറ്റ് ചെയ്തതാണ്. നമ്മളിതിൻ്റെ റിനോവേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തതാണ്. കുട്ടൻ പെയിൻറ്റ് ചെയ്തതാണ് ഈ സൈഡ്. നമ്മൾക്ക് കിട്ടിയപ്പം ഇതൊരു കംപ്ലീറ്റ്ലി വൈറ്റ് ആയിരുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ 2 ബട്ടർഫ്ലൈസിനെയും കൊടുത്തിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ബട്ടർഫ്ലൈസ്. പറയാൻ വിട്ടുപോയൊരു കാര്യം, ലിവിങ് റൂമിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 പേരുടെ ഒരു ഫാമിലി ഫോട്ടോ. പ്ലസ് അതിൻ്റെ കൂടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തതാണ്. കുട്ടൻ പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കിയതാണ്. പിന്നെ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ വിത്ത് ചെയർസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നതൊരു 8 സെറ്റ് ടേബിളാണ്. ബട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് 2, 4, 6, 7 എണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ തൽക്കാലത്തേക്ക് നമ്മൾ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് സെൻറ്ററിൽ ഒരു കൊട്ടി, അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു റൊട്ടേറ്റിംഗ് ഗ്ലാസ് കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു ഗ്രീൻ കളർ ഒരു കൗച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് ടേബിൾ, ഒരു കോഫി വെക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വെക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ബെഡ് സൈഡ് ടേബിളും, തൊട്ടിപ്പുറത്ത് ഒരു ആട് കസേരയും കൂടിയുണ്ട്. അപ്പുറത്തുള്ളതിൻ്റെ ഒരു പെയർ പോലെ ഒരു ആട് കസേരയും. പിന്നെ വോളിൽ നമ്മൾ കൊടുത്തേക്കുന്നത് എൻ്റെ ഗ്രാനിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ക്ലോക്ക്, ജാനിക്ക് തൈക്കൊണ്ടാക്കി കിട്ടിയ കുറച്ച് സർട്ടിഫിക്കറ്റ്സും ഒക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഷോക്കേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ആർട്ട് മുഴുവനും ജാനിയുടെ ആട്ടോ. പിന്നെ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ കിച്ചണാണ്. കിച്ചണിൽ ഇപ്പം അത്യാവശ്യം മെസ്സായിരിക്കുകയാണ്. ഞാൻ ഉള്ളിലേക്കൊന്നും കാണിക്കുന്നില്ല. നമ്മളിവിടെ ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ കുപ്പികളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് റിനോവേഷന് പ്ലാനുള്ള ഒരു കിച്ചണാണിത്. പിന്നെ പ്ലാന്റ് എല്ലായിടത്തും മുഖ്യമായതുകൊണ്ട് ഞാൻ കിച്ചണിലും ഒരു പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ നേരെ വരുമ്പം ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂം ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നതാണ്. അതിൽ വാൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായത് ജാനിക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത റൂമാണിത്. വാൾ പെയിൻറ്റ് അതുകൊണ്ട് അവൾക്കായിട്ട് ചെയ്തൊരു പെയിൻറ്റ് കുട്ടൻ ചെയ്തത്. പിന്നെ ഈ ബെഡ്റൂമിനോട് ചേർന്ന് വാർഡ്രോബുണ്ട്. വാർഡ്രോബിൽ നമ്മൾ തുണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു പാസേജാണ്. ആ പാസേജിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പം നെക്സ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്റ്റഡി റൂം കം ബെഡ്റൂമായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ പാസേജിന് ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു സ്റ്റോർ ഏരിയ ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് ആണിത്. പിന്നെ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു കട്ടൺ ഇട്ടിട്ടുണ്ട് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നേക്കുന്നത് ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം. ഇത് വാഷ്റൂമും ഇത് ടോയ്ലറ്റും. സ്ട്രെയിറ്റ് വരുമ്പം നമുക്ക് അടുത്ത ബെഡ്റൂമാണ്. അതിന് മുമ്പ് ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളുടെ ഒരു പസിലാണ്. നമ്മൾ 1000 പസിൽസ് കംപ്ലീറ്റ് ചെയ്ത കൂട്ടുന്നത് അത് ഞങ്ങൾ ഒട്ടിച്ച് വെച്ചാണ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് സ്ട്രെയിറ്റ് പോകുമ്പോൾ നമുക്ക് അടുത്ത ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം നമ്മൾ ഡ്രസ്സിങ് റൂമൊക്കെ ആയിട്ട് കറൻ്റ്ലി യൂസ് ചെയ്യുന്നതാണ്. ഡ്രസ്സിങ് റൂം കം ബെഡ്റൂമാണിത്. അപ്പം ഇവിടെയും അതുപോലെ തന്നെ ഒരു വാർഡ്രോബുണ്ട്. ഈ വാർഡ്രോബ് നമ്മൾ സെറ്റ് ചെയ്ത് തുണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഷെൽഫ് കുറച്ച് ബുക്സ്, പഴയ ബുക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഈ സൈഡിലാണ് നമ്മൾ നമ്മുടെ മേക്കപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് യൂണിഫോമിന് മാത്രമായിട്ടുള്ള ഒരു റാക്കാണിത്. നമ്മുടെ യൂണിഫോംസ് മാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതിൻ്റെ അടിയിൽ കുറച്ച് ഷൂസും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അടുക്കളയുടെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പം ഇനി ഒരു ലോണ്ട്രി ഏരിയ ആണ് നമുക്കുള്ളത്. ലോണ്ട്രി ഏരിയയിൽ നമ്മൾ നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ലോണ്ട്രി ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് വരുമ്പം ഗരാജാണ്. ഗരാജ് ഓൾവേസ് ഗരാജ്, മെസ്സിയാണ്, ഗരാജാണ്. ഗരാജിൽ ഇവിടുന്ന് പുറത്തേക്കുള്ള സ്പേസാണ്. അതൊരു ഗ്ലാസ് ഡോർ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നമുക്ക് പോവാം. കട്ട് ചെയ്യൂട്ടാ. ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള സ്പേസ്. ഒത്തിരി സ്പേസ് ഒന്നുമില്ല. കുറച്ച് നമുക്കൊരു ചെറിയൊരു പച്ചക്കറിയൊക്കെ നടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം ചെറിയ പച്ചക്കറിയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. കപ്പയായിട്ടും പപ്പായയായിട്ടും പച്ചമുളകും പിന്നെന്താ ആകാശവെള്ളരി, പച്ചമുളക്, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. പാഷൻ ഫ്രൂട്ട്, വേണ്ട സാധനങ്ങളൊക്കെ നമുക്കുണ്ട്. ഇതാണ് നമ്മുടെ ആ ഏരിയ. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നൊരു സ്പേസില്ലേ, ആ വഴിയിലേക്ക് നമുക്ക് പോവാം. അപ്പം ഇതിലെ ഒരു പാസേജാണുള്ളത്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് ഇവിടെ നേരത്തെ മുമ്പ് ആദ്യമായിട്ട് ഞാൻ കാണിച്ചു തന്ന സ്പേസില്ലേ, അങ്ങോട്ടേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് കുറച്ച് കറിവേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വാഴയുണ്ട്, പേരിനൊരു വാഴ, കുറച്ച് കപ്പ, പിന്നെ നമ്മുടെ കപ്ലങ്ങയുണ്ട്, പിന്നെ പച്ചമുളകുണ്ട്, പിന്നെ അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങുണ്ട്, പിന്നെ ഒരു തുളസിയുണ്ട് നമുക്കിവിടെ, തുളസി. പിന്നെ ഇതാണ് നമ്മുടെ ആകാശവെള്ളരി വിത്ത് പാഷൻ ഫ്രൂട്ട് കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. പിന്നെ ഇത് നമ്മളുടെ റോസ്മേരി, ഇതാണ് റിയൽ റോസ്മേരി. നാട്ടിലൊക്കെ ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് റിയൽ റോസ്മേരി നമ്മളുടെ, അതിൻ്റെ ഒരു പ്ലാന്റ്. പിന്നെ കുറച്ച് പച്ചമുളക്, മഞ്ഞൾ, ചേമ്പ്, ഇത് ചേമ്പുണ്ട്, ചേമ്പ് പറിക്കാറായെന്ന് തോന്നുന്നു, ചേമ്പുണ്ട്. പിന്നെ ഇത് അവക്കാഡോയുടെ പ്ലാന്റാണ്, ഇതെല്ലാവരും ഓൾമോസ്റ്റ് കണ്ടു കാണുമല്ലോ, ഇത് അവക്കാഡോ പ്ലാന്റാണ്. പിന്നെ പനിക്കൂർക്കയുണ്ട് ആ സൈഡിലായിട്ട്, പനിക്കൂർക്ക നമുക്ക് പിള്ളേർക്കൊക്കെ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ മിൻറ്റ്, ഇതേ ഒരു പോട്ടിൽ മിൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലും കൂടെ ഒരു കറിവേപ്പുണ്ട്. പിന്നെ ഇതേ ഇവിടെയായിട്ട് ഒരു നാരകമുണ്ട്, പക്ഷേ ആ നാരകം റെഡി ആവുന്നില്ല അധികമായിട്ട്, ഒരു നാരകമുണ്ട്. ഇത്രയൊക്കെയാണ് അപ്പം നമ്മളുടെ ഈ ഒരു ഹോം ടൂറിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് തിരിച്ച് കയറാം. ഓക്കെ.